ഹലോ എവ്രി വൺ, വെൽക്കം ടു സയൻറ്റിസ്റ്റ് കണ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പലാസോ പാൻറ്റാണ്. എന്ന് വെച്ചാൽ ബേസിക് പലാസോ പാൻറ്റ്, പാനലിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വൺ പീസിൽ ചെയ്തെടുക്കുന്ന പലാസോ പാൻറ്റാണ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫാബ്രിക്കിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ആ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ലെഫ്റ്റിലേക്ക് നമ്മുടെ വേസ്റ്റ് പ്ലസ് 6 ഇഞ്ചിൻ്റെ 4/1 അവിടെ മാർക്ക് ചെയ്യുക. പിന്നെ 1 ഇഞ്ച് സീം അലവൻസ്. അതിനുശേഷം നമുക്ക് വേസ്റ്റ് ബാൻഡ് വെക്കാൻ, അതായത് ഇലാസ്റ്റിക് വെക്കാനായിട്ട് 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ആ മാർക്കിങ്ങിൽ നിന്ന് താഴേക്ക് നമ്മുടെ ക്രോച്ചിലേക്ക് ഉള്ള 11 ഇഞ്ച് മാർക്ക് ചെയ്യുക, അതായത് നമ്മുടെ ക്രോച്ച് പാർട്ട് വരെയുള്ളത്. എന്നിട്ട് ആ താഴത്തെ ആ 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് പിന്നെ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നീട് ഒരു 1 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക. അതായത് നമ്മുടെ ആ 3 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ക്രോച്ചിൻ്റെ ആ ഒരു വിഡ്ത്താണ് വരുന്നത്. നമുക്ക് അതിനെ ക്രോച്ച് ഒന്ന് കേർവ് ചെയ്ത് ഡ്രോ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് താഴത്തെ നമ്മുടെ പലാസോ, അത് നമുക്ക് ഇപ്പം ഞാനിതിൽ 14 ഇഞ്ചാണ് താഴെ കൊടുക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് കൂട്ടാം കേട്ടോ, ഒരു 15-16 വരെയൊക്കെ ഒന്ന് കൂട്ടാം. അപ്പം മേളത്തെ ആ 3 ഇഞ്ച് എന്നുള്ളത് ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ മേളത്തെ ആ ക്രോച്ച് പാർട്ടൊന്നും ഒന്ന് കൂട്ടി കൊടുക്കണം. അത് താഴെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് അതിൻ്റെയും സീം അലവൻസും മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ മേളത്തെ നമ്മുടെ ക്രോച്ച് പാർട്ടിൽ താഴത്തെ ഹെം ലൈനിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ആ പോയിൻറ്റ്സ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ചെറിയൊരു സ്ലാൻഡിങ് കാണും, അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്, പാനലിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തുകൂടെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 പീസ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അതിലത്തെ ഒരു പീസ് റൈറ്റ് സൈഡ് മേളിൽ വരുന്നത് പോലെ വെക്കുക. അതിൻ്റെ മേളിലേക്ക് റൈറ്റ് സൈഡിനെ ഫേസ് ചെയ്യുന്നത്, അതായത് മേളിൽ വരുന്നത് റോങ് സൈഡ് ആയിരിക്കും. അതേപോലെ റൈറ്റ് സൈഡ് ഫേസ് ചെയ്യുന്ന പോലെ വെച്ചേച്ച് 2 ക്രോച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോച്ച് പാർട്ടിലുള്ള ഈ 2 പാർട്ട് നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് അത് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് ഓവർലോക്ക് കൂടി ചെയ്യാവേ. ഇനിയിപ്പോൾ നമുക്കിതിന് വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കണം. വേസ്റ്റ് ബാൻഡിൽ ഞാൻ ഇലാസ്റ്റിക്കാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇലാസ്റ്റിക് 2.5 ഇഞ്ച് വിഡ്ത്തിലുള്ള ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്ര വേസ്റ്റ് ബാൻഡ് നമ്മൾ ഓൾറെഡി അത്ര കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് അനുസരിച്ചിട്ട് മതി കേട്ടോ. മേളത്തെ വേസ്റ്റ് ബാൻഡ് നമ്മൾ ആദ്യം കൊടുക്കുന്ന വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിഡ്ത്ത് കുറഞ്ഞ ഇലാസ്റ്റിക് ആണെങ്കിൽ അത്ര കുറച്ച് വിട്ടാൽ മതി. ആദ്യം നമുക്ക് ആ ഇലാസ്റ്റിക്കിനെ ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് ആവുന്നത് പോലെ ഒരു സൈഡിൽ രണ്ടും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ 4 സൈഡിലും, അതായത് ഫ്രണ്ടും ബാക്കും സൈഡ് സീമും വരുന്ന പോലെ 4 സൈഡ് ഉണ്ടാവില്ല, 4 സൈഡും ഒന്ന് മാർക്ക് ചെയ്യാം. ഇലാസ്റ്റിക്കിനും അങ്ങനെ മാർക്ക് ചെയ്യുക, നമ്മുടെ പാൻറ്റിലും അതേപോലെ മാർക്ക് ചെയ്യാം. പാൻറ്റിൽ നമുക്ക് ക്രോച്ചിൻ്റെ 2 സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെയാണ് അവിടെ മാർക്ക് ചെയ്യേണ്ട. 2 സൈഡിൽ സൈഡ് സീം വരുന്നിടത്ത് നമുക്കൊരു മാർക്ക് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ ഈസി ആയിട്ടുണ്ടാവും. അപ്പോൾ 2 സൈഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കൊരു പേൾ പിൻ വെച്ചിട്ട് ഈ ഇലാസ്റ്റിക്കിനെ നമ്മുടെ ഈ ഇലാസ്റ്റിക്കിൻ്റെ മാർക്കിങ്ങും ഈ പാൻറ്റിലുള്ള മാർക്കിങ്ങും തമ്മിൽ ഒരു പേൾ പിൻ വെച്ചിട്ട് നമുക്കതിനൊന്ന് അറ്റാച്ച് ചെയ്ത് ആദ്യം വെക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതേപോലെ 4 സൈഡിൽ നമ്മളൊരു പേൾ പിൻ വെച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണേ. നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമുക്കതിൻ്റെ മേളത്തെ സൈഡിൽ കൂടെ അതിൻ്റെ ആ തുമ്പ് വരുന്നുണ്ടല്ലോ, ആ മേളത്തെ സൈഡിൽ നമുക്ക് ഇലാസ്റ്റിക്കും ഫാബ്രിക്കും തമ്മിൽ ഒരു ഓവർലോക്ക് അല്ലെങ്കിൽ സ്ട്രേറ്റ് സ്റ്റിച്ച് ആയാലും മതി. ഓവർലോക്ക് ഇടുന്നതായിരിക്കും ഇലാസ്റ്റിക്കൊക്കെ പിടിപ്പിക്കുമ്പോൾ ഓവർലോക്ക് അല്ലെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റിച്ച് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ടിരിക്കും. ഇലാസ്റ്റിക് ഇടുമ്പോൾ അതാണ് ഭംഗിയും, അതാണ് കുറച്ചും കൂടി ഡ്യൂറബിളായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഏത് സ്റ്റിച്ചാണുള്ളതെന്ന് വെച്ചാൽ സാറ്റിൻ സ്റ്റിച്ച് ഇല്ലാത്തതാണെങ്കിൽ നോർമൽ സ്റ്റിച്ച് ഇട്ടാൽ മതി. ഇല്ലാത്ത മെഷീനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അതിൻ്റെ മേളത്തെ ഭാഗത്തൂടെ. ഇനി നമുക്കതിനെ ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്യാം. ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് അപ്പം നമ്മുടെ ഇലാസ്റ്റിക് അതിനകത്ത് വരുന്നത് പോലെ നമ്മുടെ ഫാബ്രിക്കിനകത്തായിട്ട് സെക്യൂറായി. എന്നിട്ട് അത് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ 4 സൈഡിൽ നമുക്കൊരു പേൾ പിൻ വെച്ചിട്ട് അതും ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏതാണെങ്കിലും നമ്മൾ ആദ്യമേ ഒന്ന് പേൾ പിന്നൊക്കെ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഈസിയാണ്. അപ്പം നമ്മൾ 4 സൈഡിലും അത് മാർക്ക് ചെയ്തു, പിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടി നമുക്ക് ആ താഴെ കൂടെ നമ്മൾ ആ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു 2.5 ഇഞ്ച് താഴെ വരുന്ന ആ സൈഡിൽ കൂടെ
ഒരിക്കൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇതാണെങ്കിലും സാറ്റിൻ സ്റ്റിച്ചുള്ള മെഷീനാണെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് തന്നെ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ സ്റ്റിച്ച് വെച്ചിട്ട് അടിച്ചാലും മതിയേ. അങ്ങനെ അതും നമ്മൾ ഇലാസ്റ്റിക്കും കൊടുത്തു. ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ഉണ്ട്. നമുക്ക് ആദ്യമേ നമ്മൾ ഒരു ലൂപ്പ് ഉണ്ടാക്കി അതിനകത്തേക്ക് ഇലാസ്റ്റിക് ഇടുന്നതിൽ എളുപ്പമുണ്ടാവും ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുക്കാനാണെങ്കിൽ. നമ്മൾ ഇലാസ്റ്റിക്കും കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഇൻസീംസാണ് ജോയിൻ ചെയ്യാനുള്ളത്. പിന്നെ എൻ്റെ ഈ പാൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ ഹെംലൈന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടേതിൻ്റെ ഇങ്ങനെ ഡിസൈനൊന്നും ഉള്ള ഫാബ്രിക് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അതിൻ്റെ താഴ്ഭാഗവും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ഇൻസീമും ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റ്. ഭയങ്കര ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിൻ്റെ പരിപാടിയുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ബൈ, ടേക്ക് കെയർ.